പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള മകനെ, മകളെ, പ്രിയമുള്ള അപ്പച്ചാമ്മച്ചി, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ഒരല്പനേരം ആകുവാൻ സാധിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരു വചനധ്യാനത്തിലൂടെ കുറച്ചു നേരം നമുക്ക് കടന്നു പോകാം. ലൂക്കാസ് സുവിശേഷം 9-ാമത്തെ അധ്യായം 51 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ജെറുസലേമിലേക്ക് പോകുവാനായി അവർ തിരഞ്ഞെടുത്തത് സമരിയായിലൂടെയുള്ള വഴിയാണ്. അവിടെ സമരിയക്കാർ അവരെ തടയുമ്പോൾ യാക്കോബും യോഹന്നാനും ഈശോയോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കുവിൻ. അവിടെ വചനം പറയുന്നു, ഈശോ അവരെ ശാസിച്ചുവെന്ന്. എന്നിട്ട് മറ്റൊരു നഗരത്തിലൂടെ പോകുകയാണ്. പ്രിയ ദൈവ പൈതലെ, പ്രിയ കുഞ്ഞെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്നെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ എന്താണ് ഉടനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരം? ഈ ശിഷ്യന്മാരെ പോലെ ഇവരെ എന്നാൽ ഒരു പാഠം പഠിപ്പിക്കണമെന്നോ, ഇവരെ നശിപ്പിക്കണമെന്നോ, ഇവരെ തകർത്തു കളയണമെന്നോ ആണോ? ഇപ്പോൾ നീ നിൻ്റെ തന്നെ ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നിൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ പലപ്പോഴും നിൻ്റെ ജീവിതത്തിൽ തടസ്സം നിന്നിട്ടില്ലേ? ഒരുപക്ഷെ അത് നിൻ്റെ മാതാപിതാക്കളായിരുന്നിരിക്കാം, നിൻ്റെ ജീവിത പങ്കാളിയായിരുന്നിരിക്കാം, മക്കളായിരുന്നിരിക്കാം, സഹോദരങ്ങളായിരുന്നിരിക്കാം, അയൽവാസികളായിരുന്നിരിക്കാം, കൂട്ടുകാരായിരുന്നിരിക്കാം. നിൻ്റെ ജീവിത വഴിയിൽ ഇവർ തടസ്സം നിന്നപ്പോൾ നിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വികാരം അവരെ നശിപ്പിച്ചു കളയണമെന്നോ, അവരെ തകർക്കണമെന്നോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മോശമായത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ ശാപം അവരിലേക്ക് വന്ന് വീഴട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയുമൊക്കെ ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് മനസ്തപിച്ചിട്ട് വേണം ഉറങ്ങാൻ. കാരണം ശിഷ്യന്മാരും ഈശോയോട് പറഞ്ഞത് അതുതന്നെയാണ്, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി നമ്മെ തടയുന്നവരെ നശിപ്പിക്കുവിനെന്നാണ് ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞത്. ഈശോ അവരെ നശിപ്പിച്ചില്ല, മറിച്ച് ഇത് പറഞ്ഞ ശിഷ്യന്മാരെ ശാസിക്കുകയാണ്. എൻ്റെ ഈശോയെ, നീ ഇപ്പോൾ എന്നെയാണ് ശാസിച്ചത് എന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവേ, ജെറുസലേം എന്നാൽ ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള യാത്രയാണ്. ഈശോയുടെ അടുക്കലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കാരോടും വെറുപ്പോ വിരോധമോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ രാത്രിയിൽ നീ എന്നെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. എൻ്റെ കർത്താവേ, ആരെല്ലാം തടസ്സം നിന്നാലും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ എനിക്ക് വേണ്ടി ഈശോ മറ്റൊരു വഴി ഒരുക്കി തരുമെന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. സമരിയക്കാർ തടഞ്ഞപ്പോൾ ഈശോ അവരെ മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകുകയാണ്. ഞങ്ങളുടെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ബോധ്യമാണ് ഈശോയെ.
ആരെല്ലാം എൻ്റെ ജീവിത വഴി തടഞ്ഞാലും എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മറ്റ് വഴി തുറന്നു തരുമെന്ന വലിയ ബോധ്യം ഈശോയെ നൽകണമേ. പ്രിയ മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞുപോയി എന്ന് പറഞ്ഞ് എത്രയോ തവണയാണ് നീ കരഞ്ഞത്. ഈ രാത്രി നിനക്ക് പ്രത്യാശയുടെ രാത്രിയാകട്ടെ. പൂർണ്ണമായി വിശ്വസിക്കുക, നിൻ്റെ വഴികളൊന്നും അടഞ്ഞു പോയിട്ടില്ല. ദൈവം നിനക്ക് വേണ്ടി, ആരെല്ലാം നിൻ്റെ വഴികൾ അടച്ചു എന്ന് നീ കരുതിയാൽ പോലും ഈശോ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. പൂർണ്ണമായ വിശ്വാസത്തോടെ, ബോധ്യത്തോടുകൂടെ ദിവ്യകാരുണ്യേശോയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങാൻ പോകുക. ദൈവം, ഈശോ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ദിവ്യകാരുണ്യേശോയെ, നിയമാവർത്തന പുസ്തകത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവല്ലോ, പ്രതികാരം ദൈവത്തിൻ്റെതാണ് എന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നവരോടും ഞങ്ങളെ വെറുക്കുന്നവരോടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തരുന്നവരോടും ഈശോയെ, ഞങ്ങൾ ഒരിക്കലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ശാപം കൊണ്ടോ ഞങ്ങൾ പ്രതികാരം ചെയ്യാതിരിക്കുവാനുള്ള കൃപ നൽകണമേ. ആരെയെങ്കിലും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ശാപങ്ങൾ കൊണ്ടും ദൈവമേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചാലും നീ ആഗ്രഹിക്കുന്ന മറ്റൊരു വഴിയിലൂടെ ഞങ്ങളെ കൈപിടിച്ചു നടത്തുകയും ചെയ്യണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.